പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് വെള്ളരിക്ക തൈരൊക്കെ ചേർത്തുള്ള കറി, പിന്നെ പച്ച തളമീൻ വറുത്തത്, അതാണ് ഇന്ന് ഊണിന്. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. അപ്പോൾ ഇന്ന് നമുക്ക് മോരുകറിക്ക് വെള്ളരിക്ക, ചേന, കായ, ചേമ്പൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ പച്ച തളമീൻ വറുത്തതാണ്. അപ്പം അങ്ങനെയാണ്. ആദ്യം നമുക്ക് മീനിൻ്റെ, അതായത് പച്ച മീൻ ഒന്ന് മസാലയ്ക്ക് പുരട്ടി വയ്ക്കാം. അപ്പോൾ നമുക്ക് തള ഒക്കെ കഴുകി വൃത്തിയാക്കിയതാണ്. അതിലേക്ക് മുളക് പൊടി ചേർക്കാം, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, ലേശം ഉപ്പ് ചേർക്കാം. ഇനി അത് മസാല തിരുമ്പി വയ്ക്കാം. പിന്നെ കടയിൽ നിന്ന് തന്നെയൊക്കെ മുറിച്ച് ക്ലീനാക്കി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇന്ന് തളയാണ് വറക്കുന്നത്. ഇത് വറക്കാൻ മാത്രമുള്ളതാണ്, അതിനുള്ളതേ വാങ്ങിയിട്ടുള്ളൂ. ഒരൊറ്റ തള അത് വാങ്ങി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതാ നമുക്ക് കറി വയ്ക്കാനുള്ളത് ഇനി. അപ്പോൾ ആദ്യം വെള്ളരിക്ക അത് തോലെത്താം. ഇന്ന് തൈരൊക്കെ ഒഴിച്ചിട്ടുള്ള കറിയാണ്. ചേന ചെറിയ കഷ്ണം, വെള്ളരിക്ക, ചേന, പിന്നെ അതാ ചേമ്പ്, അത് തോലി ഉരണ്ടാം. പിന്നെ നമ്മൾ എടുക്കുന്നത് പച്ചക്കായയാണ്. ഈ 4 കഷ്ണങ്ങളാണ്. ഇനി പച്ചക്കായ ഏണൊക്കെ ഒന്ന് ചെത്താം. ഇത് വേണ്ട, ഇത് അവിടെ വെക്കട്ടെ. പിന്നെ നാളെ എന്തെങ്കിലും ഇതൊക്കെ എടുക്കാം. അപ്പോൾ ഒരു ദിവസത്തിനുള്ള കറി, അപ്പോൾ അതുകൊണ്ട് ഇത് വേണ്ട, ഒന്ന് മതി. അപ്പോൾ ഒക്കെ കഴുകി എടുത്തു. ഇനി നുറുക്കാം. വെള്ളരിക്ക അപ്പോൾ നമ്മൾ ഒന്ന് തന്നെ എടുക്കുന്നുള്ളൂ, അതിനെ ഉണ്ടാവും കഷ്ണങ്ങൾ. അതുകൊണ്ടാണ് മറ്റേ വെള്ളരിക്ക അവിടെ നിൽക്കട്ടെ, അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചക്കായ നമുക്ക് 4 കീറാക്കിയിട്ട് പിന്നെ അങ്ങോട്ട് നുറുക്കാം. പിന്നെ നമ്മൾ ചേമ്പ് അത് നുറുക്കാം. ചേന ഒരു പാകം വലുപ്പത്തിന് അങ്ങനെ കൊത്തിയിടാം. അപ്പോൾ കഷ്ണങ്ങളൊക്കെ നമ്മൾ നുറുക്കി കഴിഞ്ഞു. പിന്നെ നമ്മൾ ആ കഷ്ണങ്ങൾ അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇനി മീൻ വറക്കുകയാണ്. എന്താ വെച്ചാൽ മീൻ ഒക്കെ മസാലയൊക്കെ പിടിച്ച് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്, കറീൻ്റെ ബാക്കി പണികളൊക്കെ. അപ്പോൾ 2 ട്രിപ്പ് വറക്കാനുള്ളതുണ്ട്. ഇതിവിടെ നിൽക്കട്ടെ, വെളിച്ചെണ്ണയിലാണ്. ഏതായാലും പച്ചത്തളയും നല്ല തിരക്കടൊന്നുമില്ല, അത്യാവശ്യം വലിപ്പമുള്ള തന്നെയാണ്. കയ്യേ കഷ്ണം ചേമ്പ് ചേനയൊക്കെ നോക്കിയിട്ട് ചൊറിയാം. അപ്പോൾ മീൻ മറിച്ചിട്ട് കൊടുക്കാം.
ഇനിയിപ്പോൾ മീൻ ഇതാ 2 ഭാഗം വെന്തിട്ടുണ്ട്. നമുക്ക് വേണ്ടി കോരിയെടുക്കാം. ആ 2 ട്രിപ്പും കൂടി അങ്ങോട്ട് ഇട്ട് ഇതാ ആദ്യത്തെ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് ഇവിടെ ഇക്കട്ടെ. മറ്റതും വറുത്ത് അങ്ങനെ കോരിയെടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ ഇതാ നമ്മൾ അതിൻ്റെ ഇടയിൽ ഇതാ നമ്മൾ ആ നുറുക്കി വെച്ച കഷ്ണങ്ങൾ ഇനി അത് കുക്കറിലിടാം. അതിൽ ഉപ്പ് ചേർക്കാം, മുളക് പൊടി അത് ചേർക്കാം, മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് പാകത്തിന് വെള്ളം. അങ്ങനെ പൊടികളൊക്കെ ഇട്ടുകൊണ്ട് പാകത്തിന് വെള്ളം പാരണം. അപ്പോൾ കഷ്ണങ്ങൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി തേങ്ങ അരവി അത് അരയ്ക്കണ്ട്. അപ്പോൾ തൈരും കൂട്ടിയിട്ട് ഇനി തേങ്ങ അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ 3 വിസിൽ കഴിഞ്ഞ ശേഷം ഉണ്ടോ എല്ലാം വന്നിട്ടുണ്ട്. ഒന്നുകൂടി അടുപ്പ് കത്തിച്ച് ഇനി നമുക്ക് നേരെ അരച്ച് വെച്ചത് പാരാം. അപ്പോൾ നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കാം. ലേശം കുരുമുളക് പൊടി നമ്മളിപ്പോൾ ചേർക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് കൂട്ടി അരച്ചാലൊക്കെ മതി. പിന്നെ ഇതാ നമ്മൾ കറിവേപ്പില അത് ചേർക്കുകയാണ്. അപ്പോൾ അത് ഇവിടെ ആയി. ഇനി നമുക്ക് അത് ഇതാ വെളിച്ചെണ്ണയിൽ കടുകും വാറ്റൽമുളകും അത് വറുത്തിടാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ കറിയും ഇവിടെ റെഡിയായി. അപ്പോൾ നമ്മൾ മോരുകറി ഇവിടെ ആയി. മീൻ പിന്നെ ആദ്യം തന്നെ വറുപ്പിച്ചാണല്ലോ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഊണ് കഴിക്കൽ പിന്നെ ആയിട്ടില്ല, സമയമായിട്ടില്ല, നേരെ 10 മണിയായിട്ടില്ല ഇപ്പോൾ. അപ്പോഴേക്ക് ഒക്കെ റെഡിയായി. അപ്പോൾ ഊണ് കഴിക്കായി. അമ്മയ്ക്ക് ചോറ് കൊടുക്കാം, പിന്നെ നമ്മളെ കറി കൊടുക്കാം, പിന്നെ തള മീൻ വറുത്തത് അത് 2 കഷ്ണമാണ്, പിന്നെ നമ്മളെ പപ്പടം കാച്ചിയതും. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഊണിന് നമുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.